എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതവും. നമ്മുടെ ഈ എറണാകുളം നഗരത്തിൽ എത്ര പുതിയ ഭക്ഷണശാലകളാണ് വരുന്നത് അല്ലേ? ഓരോ ദിവസവും നമ്മൾ നിരത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാവുന്നത് പുതിയ റെസ്റ്റോറൻറ്റുകളാണ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ, ലെബനീസ്, ഇറാനി, അങ്ങനെ പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ. എന്നാൽ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആവശ്യത്തിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. കാരണം ഭക്ഷണമാണല്ലോ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാധനമല്ലേ ഭക്ഷണം. എന്തായാലും എറണാകുളത്തുകാർക്ക് ഇപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണത്തോട് അല്പം പ്രിയം കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് നഗരത്തിൽ. പുതിയതായിട്ട് തുടങ്ങിയ ഒരു വെജിറ്റേറിയൻ ഭക്ഷണശാല കൂടെ ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തുകയാണ്. വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം കലൂരി തന്നെ, അതും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. മധുസാഗർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അല്ല, എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ? അകത്തെ ആംബിയൻസ് തിരക്കേടില്ല കേട്ടോ. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇൻറ്റീരിയേഴ്സും വാഷ് ഏരിയയും ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കസ്റ്റമേഴ്സിൻ്റെ ഒരു വലിയ ക്രൗഡ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. എന്തായാലും നമുക്കിതിൻ്റെ നടത്തിപ്പുകാരോടൊന്ന് സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ വരെ രാവിലത്തെ ബില്ലിങ്ങിൻ്റെ തിരക്കൊക്കെയാണ്. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്കാരുമായിട്ടൊന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് ഈയിടെ തുടങ്ങിയതാണല്ലേ? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഈ മാസം 6-ാം തീയതി തുടങ്ങിയതാണ്. ഓക്കെ. ഇപ്പോൾ രാവിലെ 7 to 11 ആണ്. 7 to 11. ഓക്കെ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഐറ്റംസ്. ദോശ ഫുൾ ടൈം ദോശയാണ്. ഇഡ്ഡലി, വട, പൊങ്കൽ, ഉപ്മാ. ഓക്കെ. സൗത്ത് ഇന്ത്യൻ മിനി മീൽസ്. സൗത്ത് ഇന്ത്യൻ മിനി മീൽസാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഓക്കെ. പിന്നുള്ളത് നമ്മൾ അബുദാബിയിൽ ആനന്ദം റാംസോന്ന് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണിത്. അത് ശരി. അബുദാബിയിലാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത് അല്ലേ? വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പൊതുവെ കുറവാണല്ലോ എറണാകുളത്ത്. അപ്പോൾ കൂടുതലും നോൺ വെജ് റെസ്റ്റോറൻറ്റുകളാണ് കൂടുതലും തുറക്കുന്നത്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ? ഉണ്ട്. കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ടോ? കൂടുതൽ കാലത്താണോ? എങ്ങനെയാണ് ഇവിടെ റഷ് കൂടുതൽ? മീൽസിനാണ് തിരക്ക് കൂടുതൽ. ഈ ഏരിയയിൽ കുറച്ച് ട്രാഫിക്കിന്റെ പ്രശ്നമുള്ളതാണല്ലോ. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ശരി. അപ്പോൾ റെസ്റ്റോറൻറ്റിന് എല്ലാവിധ ആശംസകളും തരികയാണ്. ഓക്കെ, താങ്ക് യു. എന്നാൽ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. രാവിലെ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തത് ഉപ്പുമാവും ഉഴുന്നോടെയാണ്. അതിൻ്റെ കൂടെ ഒരു അക്കമ്പനിമെൻറ്റ്സ് ആയിട്ട് സാമ്പാർ തന്നിട്ടുണ്ട്. കോക്കനട്ട് ചട്നി ഉണ്ട്, റെഡ് ചട്നി ഉണ്ട്, ഗ്രീൻ ചട്നി ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി കഴിച്ച് നോക്കാം അല്ലേ? സാധനം കൊള്ളാട്ടോ, സൂപ്പറാണ്. സ്പൂണൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് കൈ വെച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളൊക്കെ ശരിക്കും കൈ വെച്ച് കഴിച്ചാലാണ് ഭക്ഷണത്തിൻ്റെ ശരിക്കുള്ള രുചി അറിയുമെന്നാണ് പറയണത്. ആഹാ, ഇപ്പോൾ ശരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഒരുപാട് വളർച്ചാ പ്രതീക്ഷകളുമായിട്ട് മറ്റൊരു ഭക്ഷണ സംരംഭം കൂടെ നമ്മുടെ നഗരത്തിൽ തുറന്നിരിക്കുകയാണ്. ഇവിടുത്തെ രുചിഭേദങ്ങൾ ഇഷ്ടപ്പെടുന്ന, സ്ഥിരമായി ഇവിടെ വരുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ചലഞ്ച്. എന്തായാലും വിശക്കുന്നവൻ അന്നമൂട്ടുന്ന ഒരു സംരംഭമാണല്ലോ ഇത്. അതുകൊണ്ട് സൈഡ് ലൈറ്റ്സിൻ്റെ എല്ലാ ആശംസകളും. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? മാത്രമല്ല, ചാനലിൽ കാണിച്ചിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനി ഇത്തരം വീഡിയോകൾ വരുന്നതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളെ കാണാം. ബൈ.